സമരത്തിന്റെ ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർകൾ, ഇന്ന് ഈ സമരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എന്റെ പ്രിയ സഹപ്രവർത്തകരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇന്നലെ ആരംഭിച്ച് ഇന്ന് കുറച്ചു സമയങ്ങൾക്കകം ഇവിടെ അവസാനിക്കുവാൻ പോകുന്ന ഈ സമരം ഇതിന്ന് ചരിത്രത്തിന്റെ താളുകളിൽ തങ്ക ലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് മുന്നേ ഇവിടെ പ്രഗത്ഭരായ ഒട്ടനവധി നേതാക്കന്മാർ ഈ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എടുക്കുന്ന നിലപാട്, ഭാരതീയ ജനതാ പാർട്ടിയുടെ സമീപനം എന്താണെന്ന് കൃത്യമായി വിവരിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വിജയം കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമരമാണ്. കഴിഞ്ഞ 10 വർഷക്കാലയളവിനുള്ളിൽ ഈ കേരളം ഭരിച്ചു മുടിച്ച ഒരു സർക്കാരിനോട്, ശ്രീമാൻ പിണറായി വിജയനോട്, ഇനി കേരളത്തിന്റെ മണ്ണിൽ അധികാരത്തിൽ തുടരുവാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ അധികാര സോപാനത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഈ അഴിമതി നിറഞ്ഞ ഭരണം, നിങ്ങളുടെ ഈ ദുർഗന്ധം വമിക്കുന്ന ഭരണം അത് ഈ കേരളത്തിലെ ജനങ്ങൾക്കിനി താങ്ങാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് BJP ഏറ്റെടുത്തിരിക്കുന്ന ഈ ധർമ്മസമരം, ആ ധർമ്മസമരത്തിന്റെ പരിസമാപ്തി, പ്രിയപ്പെട്ടവരെ, ഇതിന്റെ വിജയത്തിലെത്തുക എന്നുള്ളത് പിണറായി വിജയനെ ഈ കേരളത്തിൽ അധികാരത്തിൽ നിന്ന് ഇറക്കിയിട്ടേ ഉള്ളൂ എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടുള്ള സമരമാണ്. അതിന്റെ പരിസമാപ്തി ആ ദൃഢപ്രതിജ്ഞ എന്താണോ അത് പാലിച്ചുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ശബരിമലയില് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്ന സ്വർണം നമ്മളെല്ലാം ഒരു ട്രോള് കാണുകയുണ്ടായി. കല്യാണിന്റെ സ്വർണ്ണ പരസ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കല്യാണിന്റെ സ്വർണ്ണ പരസ്യത്തോട് ഉപമിച്ചുകൊണ്ട് കല്ലൻ എന്ന് പറഞ്ഞ ഒരു പരസ്യം, ഒരു ട്രോള് നമ്മൾ കണ്ടു. അതിൽ അച്ഛ എന്നൊരു സുന്ദരിയായ മകള് വിളിക്കുമ്പോൾ താലത്തിൽ നിറയെ സ്വർണവുമായി ബാലയുമായി ഓടി വരുന്ന ഒരു അച്ഛനെ നമ്മൾ കണ്ടു. അവിടെ നമ്മൾ വിചാരിച്ചു, ഈ അച്ഛനും ഈ മകളുമാണ് കേരളത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത അച്ഛനും മകളുമെന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചു. പക്ഷെ നമ്മൾ കരുതുന്നത് കേരളത്തിൽ അതിലധികം ഭാഗ്യം ചെയ്ത ഒരാളുണ്ട്. ശ്രീമാൻ പിണറായി വിജയന്റെ മകളെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കുന്ന മുഹമ്മദ് റിയാസാണ് സത്യത്തിൽ ഈ ശബരിമല കൊള്ളയിൽ പിണറായി വിജയൻ ഈ 4.5 കിലോ സ്വർണം അടിച്ചു മാറ്റിയപ്പോൾ ഏറ്റവും ഭാഗ്യം ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ പൊതുമരാമത്ത് മന്ത്രി പിണറായി വിജയന്റെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസാണ്. കാരണം ആ പരസ്യത്തിൽ നമ്മൾ കാണുന്നത് ഈ സ്വർണം മുഴുവൻ ഉരുക്കി മാലയാക്കിയും വളയാക്കിയും തലയാക്കിയും ഒക്കെ മകളുടെ ശരീരത്തിൽ ഇട്ടുകൊടുക്കുന്ന യുധിഷ്ഠിരനേക്കാൾ പുത്രനെ സ്നേഹിക്കുന്ന, പുത്രിയെ സ്നേഹിക്കുന്ന ഈ ഒരു അച്ഛൻ, ഒരു പിതാവ്, ആ പിതാവ് ഈ മകളെ വിവാഹം കഴിച്ചു കൊടുത്തത് മുഹമ്മദ് റിയാസിനായതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മന്ത്രിപുത്രൻ എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസാണ്. ഒരു കുടുംബത്തിലേക്കെല്ലാം ചെന്നു ചേർന്നു. ഒരു കുടുംബത്തിലേക്ക്, ആ കുടുംബത്തിൽപ്പെട്ട ബന്ധുക്കളിലേക്ക് കേരളത്തിലെ സ്വത്തുക്കൾ ചെന്നു ചേർന്നു. ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ ചെന്നു ചേർന്നു. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വത്തുക്കൾ ചെന്നു ചേർന്നു. പുറത്തു വരാനിരിക്കുന്ന ഒട്ടനവധി അമ്പലക്കള്ളന്മാരുടെ കഥകൾ, കൂടൽമാണിക്യ ക്ഷേത്രം ഉൾപ്പെടെ ഒട്ടനവധി കഥകൾ പുറത്തു വരാനിരിക്കുന്നു. മോഷണത്തിന്റെ കഥകൾ. ഈ മോഷണത്തിലൊക്കെ ശ്രീമാൻ പിണറായി വിജയന് മാത്രമാണ് പങ്കെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല പ്രിയപ്പെട്ടവരെ, നിൽക്കാൻ പറയുമ്പോൾ നിൽക്കുകയും ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുകയും മുട്ടിലിരിക്കാൻ പറയുമ്പോൾ മുട്ടിലിരിക്കുകയും ചെയ്ത ഇവിടുത്തെ ഒരു പ്രതിപക്ഷ നേതാവുണ്ട്, VD സതീശൻ. പിണറായി വിജയൻ മുട്ടിലിരിക്കാൻ പറഞ്ഞാൽ മുട്ടിലിരുന്ന VD സതീശൻ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പാർട്ടി ഉൾപ്പെടെ കൊല്ലങ്ങളോളം ഈ ദേവസ്വം ബോർഡ് ഭരിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ചേർന്നുകൊണ്ട് കട്ടുമുടിച്ചത്, ഇവിടുത്തെ സാധാരണക്കാരനെ കട്ടുമുടിച്ചത് എത്രയാണെന്നുള്ളത് ഇവിടെ ഒരു അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്.
പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ അഴിമതിയാണോ? ഇന്നും ഇന്നലെയും തുടങ്ങിയ അഴിമതിയാണോ? 10 വർഷം കൊണ്ട് കട്ട് എവിടെ വരെ എത്തി? ഇനി കേരളത്തിലൊന്നും കക്കാൻ ബാക്കിയില്ല എന്നറിഞ്ഞപ്പോ PM ശ്രീ പദ്ധതി ഏതാണ്ട് 4500 കോടി രൂപ ആ പദ്ധതി ഇങ്ങ് പോന്നോട്ടെ എന്ന് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞെങ്കിൽ അതത്ര ലാളിത്യത്തോടെ പറഞ്ഞതൊന്നുമല്ല, സത്യസന്ധതയോടെ പറഞ്ഞതൊന്നുമല്ല. ഇനി ഇവിടെ കൈയിട്ട് വാരാനൊന്നുമില്ല എന്ന് മനസ്സിലായപ്പോൾ PM ശ്രീ പോരട്ടെ എന്നാ പറഞ്ഞത്. VD സതീശൻ എന്താ പറഞ്ഞത്? ഇവിടെ CPM-ന് CPI-യേക്കാൾ ഇഷ്ടവും പ്രേമവും RSS-നോടും BJP-യോടുമാണെന്നാണ് VD സതീശൻ പറഞ്ഞത്. എന്താ പറയാൻ കാരണം? PM ശ്രീ പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി ഈ നാട്ടിലെ ജനങ്ങൾ അറിഞ്ഞാൽ, ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് അത് ഗുണകരമായാൽ അതിന്റെ ഗുണം വന്നു ചേർന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കാണെന്ന് അറിയാമെന്ന VD സതീശൻ ഒന്ന് എറിഞ്ഞു നോക്കിയ, ബിനോയ് വിശ്വം ഒന്ന് എറിഞ്ഞു നോക്കിയ. ബിനോയ് വിശ്വം പിണറായി വിജയൻ പറഞ്ഞാൽ മുട്ടിലെഴുന്ന ബിനോയ് വിശ്വം ഇനി 6 മാസത്തേക്ക് വാതുറക്കില്ല എന്ന് VD സതീശൻ അറിയാം. പക്ഷേ എന്നാലും ഒന്ന് എറിഞ്ഞു നോക്കിയ, ചിക്കൻ ബിരിയാണി കിട്ടിയാലോ ഇങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞ് വാതായനങ്ങൾ തുറന്നിടുന്ന കോൺഗ്രസ് ആ വാതിൽ തുറന്നപ്പോൾ തന്നെ ആ വാതിലും ചാടി കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇന്ന് ഓരോ ദിവസവും BJP-യുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ചുകൊണ്ട് നേതാക്കന്മാരുൾപ്പെടെ BJP-യിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുക. VD സതീശൻ അറിയാതെ ഒന്ന് തുറന്നതാ വാതില്. പക്ഷേ അകത്തേക്ക് കൊണ്ടുപോകാനാ ശ്രമിച്ചത്. പക്ഷെ പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുക. ഇന്നിവിടെ വന്ന ഈ മഹാപ്രളയത്തിൽ ഈ 2 പാർട്ടികളിൽ നിന്നും BJP-യിലേക്ക് ചേക്കേറിയ ഒട്ടനവധി പ്രവർത്തകരുണ്ട് പ്രിയപ്പെട്ടവരെ. അവരെല്ലാം ഇന്ന് പറയുന്നത് ഭാരത് മാതാ കീ ജയ് എന്നാണ്. അവരെല്ലാം ഇന്നാണ് ചേർന്നിരിക്കുന്നത് കുങ്കുമഹരിത പതാകയുടെ പിന്നിലാണ്. അവരെല്ലാം ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഭരണം, ഡബിൾ എഞ്ചിൻ സർക്കാർ ഈ കേരളത്തിൽ വരണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ മാറ്റം കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒക്കെയും കത്തിക്കരിഞ്ഞാലും അവധിയാം ഈ ധരയുടെ മണ്ണിൽ മാറില്ലെവിടെയോ. ഇനിയും ഒരു വിത്ത് തോടുടഞ്ഞുയർക്കുവാൻ ഇടിമുഴക്കം കാത്തിരിക്കുകയല്ലേ. ആ ഇടിമുഴക്കമാണ് ഇന്നലെ രാത്രി മുതൽ നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ കണ്ടത്. ബഹുമാന്യനായ അധ്യക്ഷൻ ഉൾപ്പെടെ കോരിച്ചൊരിയുന്ന മഴ പോലും വകവയ്ക്കാതെ ഈ കേരളത്തിന് വേണ്ടി, ഈ കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടി, ഒരു വികസിത കേരളത്തിന് വേണ്ടി ഇവിടുത്തെ സാധാരണക്കാരായ പ്രവർത്തകരുടെ ഒപ്പം രാപകൽ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം ചെയ്തുവെങ്കിൽ ആ ഇടിമുഴക്കമാണ്, ആ മാറ്റത്തിന്റെ ഇടിമുഴക്കമാണ് പ്രിയപ്പെട്ടവരെ. പൂവിനാവുകിൽ അല്പസൗരഭം ഒളിപ്പിക്കാൻ കേവല നിശ്വാസമായത് നിർഗമിക്കുന്നു. കാറ്റിനാവുകിൽ അത് മടിയിൽ ഒതുക്കുവാൻ കാറ്റുപോകും മാർഗങ്ങളിൽ ആ ഗന്ധം വരക്കുന്നു. ആ സുഗന്ധം കുങ്കുമഹരിത പതാകയുടെ സുഗന്ധം, ദേശീയതയുടെ സുഗന്ധം. ആ ദേശീയതയുടെ സുഗന്ധം ഇന്ന് കേരളം മുഴുവൻ പറന്നുകൊണ്ടിരിക്കുകയാണ്. ആ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് വലതും ഇടതും ഉപേക്ഷിച്ച് നടുവിൽ നിൽക്കുന്ന നട്ടലുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ പ്രസ്ഥാനത്തിന്റെ അമരക്കാരാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്നത്. ഈ സമരം ഒരു തുടക്കമാണ് പ്രിയപ്പെട്ടവരെ. ഈ അഴിമതി ഭരണ സർക്കാരിനെ ഇവിടെ നിന്ന് തൂത്തെറിയുന്നത് വരെ, CPM എന്ന് പറയുന്ന ഈ സർക്കാരിനെ ഇവിടെ നിന്ന് തൂത്തെറിയുന്നത് വരെ, അരിവാൾ ചുറ്റിക നക്ഷത്രത്തെ അറബിക്കടലിൽ ഒഴുക്കുന്നത് വരെ, ആ ശവപ്പെട്ടിയിൽ അവസാനം മടിച്ച് ആ പ്രത്യയശാസ്ത്രത്തെ അറബിക്കടലിൽ ഒഴുക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകനും വിശ്രമമില്ലാത്ത നാളുകളാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം.